എനിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ശരിക്കും സന്തോഷിച്ചു. വന്നതിൻ്റെ 3-ാം ദിവസം എന്നെ അവർ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയവർ അമ്മയുടെ മാത്രം ശക്തിയാൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്, നിന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയിൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തരണം, നമ്മുടെ ശക്തി എനിക്കൊന്ന് കാണിച്ചു തരണം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൊണ്ടായിരുന്നുള്ളൂ. ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് ഇത് വൃത്തിക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ, ഞാനിത് വൃത്തിക്കാണോ ചെയ്യുന്നതെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് എനിക്ക് തന്നെ എന്നോട് തോന്നിയിട്ടുണ്ട്. പലതവണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പോയി നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു. നാട്ടിലും നല്ല കച്ചറയായിരുന്നു. കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിക്കേസാണേലും, ഇനിയിപ്പോൾ അത്യാവശ്യം ലഹരിയുടെ പരിപാടിയാണ്, അങ്ങനെ എല്ലാ പരിപാടിക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് മെബിനുണ്ടോ ഉണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ